നന്ദി പറയാൻ തുടങ്ങുമ്പോൾ, നന്ദിയോടെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ ഉടനെ ഷിഫ്റ്റ് ചെയ്യപ്പെടും. എങ്ങനെയാണ്? എല്ലാ ദിവസവും നിങ്ങൾ നന്ദി പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ പുതിയൊരു ജീവിതം സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് നന്ദികേടിൻ്റെ കഥകളാണോ, നന്ദിയുടെ കഥകളാണോ? വീണ്ടും ABC ടോക്കിലേക്ക് സ്വാഗതം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എറണാകുളം. ഈ നന്ദി എന്ന് പറയുന്ന സംഭവം വെറും ഒരു വാക്കല്ലല്ലോ, വെറും ഒരു വാക്കിലായിട്ട്, അല്ലെങ്കിൽ ഒരു നന്ദി വാക്ക് എന്ന് പറഞ്ഞാൽ അതിനെ വളരെ ലഘൂകരിച്ച് പറയുന്ന ഒരു കാര്യമാണല്ലോ. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ റോബിൻ തന്നെ ഈ എപ്പിസോഡിൽ അറിയാം. GK, ഗ്രാറ്റിറ്റ്യൂഡ്. യെസ്, അത് SK പറഞ്ഞ പോലെ, സതീഷ് പറഞ്ഞ പോലെ ലഘൂകരിച്ച് പറയേണ്ട ഒരു കാര്യമല്ല നന്ദി എന്ന് പറയാൻ. ഞാൻ ഉദ്ദേശിച്ചത് പേരിനൊരു നന്ദി എന്നാണല്ലോ എപ്പോഴും പറയാം. പേരിന് നന്ദി പറയുന്നവരെ കുറിച്ചാണെങ്കിൽ അത് വളരെ ശരിയാണ്. അങ്ങനെ പേരിന് താങ്ക് യു എന്ന് പറയുന്ന ആ താങ്ക് യു അല്ലല്ലോ ഉദ്ദേശിച്ചത്. വലിയ ആഴവും പരപ്പുമുള്ള ഒരു വാക്കാണ്. കടലോളം ആഴമുള്ള ഒരു സംഗതിയാണ്. നമുക്കിപ്പം രാഷ്ട്രത്തോട് നന്ദി പ്രകടിപ്പിക്കേണ്ട സമയമാണ് ഇപ്പൊ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു രാഷ്ട്രത്തിന് മറ്റൊരു രാഷ്ട്രത്തിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടാണ്, നമ്മുടെ നിലപാട് കൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മൾ LPG ഒക്കെ വരുന്നത്. ഇന്ത്യക്ക് വേണമെങ്കിൽ അതിനകത്ത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ വേണമെങ്കിൽ കാണിക്കാം, പാകിസ്ഥാനൊക്കെ ചെയ്യുന്ന പോലെ, അല്ലേ? അതൊക്കെ കാണിക്കാം. നമുക്കിപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് നന്ദികേടിന്റെ കഥകളാണോ, നന്ദിയുടെ കഥകളാണോ? GKക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു നന്ദിയുടെ കഥകൾ പറയാൻ മടിക്കുന്നുണ്ട്, നന്ദികേടിന്റെ കഥകൾ പ്രൊജക്റ്റഡ് ആകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദികേടിന്റെ കഥകൾ പ്രൊജക്റ്റഡ് ആവുന്നത് നന്ദികേടിന്റെ കഥകളാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് അത് പ്രൊജക്റ്റഡ് ആവുന്നത്. കാര്യം മാത്രമല്ല, ഈ നന്ദികേട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ. സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു സംശയം ചോദിച്ചു തുടങ്ങിയിട്ട്, ഈ നന്ദികേട് ഉണ്ടാകുന്നത് നന്ദി പ്രകടിപ്പിക്കാനോ നന്ദി എന്താണെന്നോ അറിവില്ലായ്മ കൊണ്ടാണോ, അതോ അതൊരു സ്വഭാവ രീതിയാണ്? രണ്ടുമാണ്. ഒന്ന് സ്വഭാവ രീതിയാണ്, അത് അറിവില്ലായ്മയിൽ നിന്നും അതൊരു ക്യാരക്ടറായി വന്നിട്ട് അത് സ്വഭാവ രീതിയായി മാറിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നന്ദി പ്രകടിപ്പിച്ചാൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, നന്ദിയുടെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനും ഏതിനും നന്ദി പറയുന്നവരായി മാറും എന്നുള്ളതാണ്. അപ്പം നന്ദികേടിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ GK ഇപ്പോൾ ഒരു തൊഴിൽ ദാതാവാണ്, അല്ലെങ്കിൽ സതീഷ് പല രംഗങ്ങളും ബന്ധപ്പെടുന്ന ഒരാളാണ്. നിങ്ങളൊരാൾക്ക് ഒരു സഹായം പെട്ടെന്ന് ചെയ്തു, അയാൾ പറയുകയാണ് X or Y. അപ്പം ജോൺ വന്നിട്ട് GKയോട് പറയുകയാണ്, വലിയ കഷ്ടത്തിലാണ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, വീട്ടിൽ അരി വാങ്ങിക്കാൻ പൈസയില്ല, അതുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം, അല്ലെ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ പൈസ ആയിരിക്കും ചോദിച്ചത്. അപ്പം GK പറയുന്നു, ഒരു കാര്യം ചെയ്തോളൂ, നിന്റെ കഴിവനുസരിച്ചിട്ട് എൻ്റെ ഇവിടെ ഇന്ന കാര്യങ്ങൾ നോക്കി നടത്തിക്കോളൂ. എനിക്കൊരാളെ ആവശ്യം ഉണ്ടായിട്ടല്ല, അത്യാവശ്യം ഇല്ല ഇപ്പം GK, പക്ഷെ നീ ഇവിടെ നിന്നോളൂ. കാരണം നിങ്ങൾക്ക് അവനെ സഹായിക്കണം, അയാളെ സഹായിക്കണം, ജോണിനെ സഹായിക്കണം എന്നൊരു തോന്നലുണ്ടായി. കാരണം കാരുണ്യം എന്ന് പറയുന്ന സാധനം ഒരാൾ വിഷമം പറയല്ലേ, പ്രത്യേകിച്ച് GKയുടെ ഒരു മനസ്ഥിതി അനുസരിച്ച് അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ അയാളെ സഹായിക്കുന്നു, നിങ്ങൾ അയാളെ സഹായിച്ച് നിങ്ങളെ കൂടെ അയാൾ സജീവമായിട്ട് നിൽക്കുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാൾ നിങ്ങൾക്ക് പറ്റാത്ത മറ്റ് പല കാരണങ്ങൾ, വേരിയസ് കാരണങ്ങൾ കൊണ്ട് അയാൾ നിങ്ങൾക്ക് പറ്റാത്ത ഒരാളായി വന്നപ്പോൾ, അല്ലെങ്കിൽ അയാളെ വിടേണ്ട സാഹചര്യം നിങ്ങൾക്കുണ്ടായപ്പോൾ, നിങ്ങൾ സാമ്പത്തിക ബാധ്യത കൊണ്ടോ എന്തുകൊണ്ടോ നിങ്ങൾ അയാളെ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ അയാളോട് പറഞ്ഞു, നിങ്ങളൊന്ന് തൽക്കാലം എനിക്കിനി ഇവിടെ തുടരാൻ, ചില കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കാം, നിങ്ങളോടൊപ്പം നിഴൽ പോലെ നിന്ന ആളാണ്, എല്ലാമാണ്. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കില്ലാത്ത കുറ്റമൊന്നും ഉണ്ടാവില്ല. സ്വാഭാവികം, സ്ഥിരം അനുഭവിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന മാനസികമായ മുറിവ് എന്ന് പറയുന്നത് ചില്ലറയല്ല. അപ്പം ഇതിനെയാണ് നമ്മൾ നന്ദികേട് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ നന്ദി എന്ന് പറയുന്ന, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ പ്രാധാന്യം വരുന്നത്, ഇമ്പോർട്ടൻസ് വരുന്നത്. അവിടെ അയാൾ നമ്മൾ ഇറങ്ങുമ്പോൾ എന്നോട് നന്ദി കാണിച്ചതിന്, എനിക്ക് ജോലി തന്നതിന്, എൻ്റെ കുടുംബത്തെ സഹായിച്ചതിന് എനിക്ക് പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയാണെങ്കിൽ നമ്മൾ ആ വിടുന്നത് പോലും ഇത്ര വേദനാജനകമായിരിക്കും, അല്ലേ? നമുക്ക് അയാൾ പോയതിൽ ഒരു നഷ്ടപ്പെടൽ നമുക്ക് ഫീൽ ചെയ്യും, അല്ലേ? ഉറപ്പല്ലേ? ഇനിയിപ്പോൾ അയാൾ അവിടുന്ന് പോയിട്ട് വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അയാൾ എന്തായിരിക്കും പറയുക? ഞാൻ ജോലി ചെയ്തിരുന്ന ആ സ്ഥലത്ത് എൻ്റെ മുതലാളി ഉണ്ടായിരുന്നു, അവിടെ എൻ്റെ സംസ്കാരം എത്രയായിരുന്നു, എനിക്ക് അവരാണ് എന്നെ ഇങ്ങനെ വാർത്തെടുത്തത്, എന്നെ സഹായിച്ചൊരു കൾച്ചർ എനിക്ക് ഉണ്ടാക്കി തന്നത്, ഇല്ലേ? ഇത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പം ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു ഉദാഹരണം ഇപ്പോൾ കണ്ടത്, ഡോക്ടർ MK മുനീർ, മുസ്ലിം ലീഗിൻ്റെ നേതാവ്. അദ്ദേഹം ഇലക്ഷൻ ഇപ്പം നിൽക്കുന്നില്ല, എൻ്റെയും അടുത്ത സുഹൃത്താണ്, അറിയാമല്ലോ, GKക്ക് അറിയാമല്ലോ. പിന്നെ അപ്പോൾ അദ്ദേഹം ഈ
ഒരു ബാങ്ക് കടവുമായിട്ട് ബന്ധപ്പെട്ട് മഹാനായ CH മുഹമ്മദ് കോയ താമസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കബറിടമുള്ള ആ വീട് ജപ്തി നടപടികൾ കാരണം അത് എപ്പോ വേണമെങ്കിലും ബാങ്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. അതായത് മുസ്ലിം ലീഗിന്റെ സ്ഥാപകന്റെ മകൻ കേരളത്തിലെ പഴയ മുഖ്യമന്ത്രിയുടെ മകൻ അവിടെ വെച്ചാണ് നമ്മൾ സംശുദ്ധമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഉടമയാണ് എന്ന് നമ്മളൊക്കെ പറയുമ്പോഴേ ഇല്ല, പുള്ളി മന്ത്രിയൊക്കെ അയക്കുമ്പോൾ കാശൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളൊക്കെ ഷോക്കായി പോയത്. ഞാൻ പറഞ്ഞു വരുന്ന അതിനെക്കുറിച്ചല്ല. പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പൊ ഇങ്ങനെ കടമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ കടമുണ്ട്, അപ്പൊ അത് വീട്ടാൻ പറ്റിയില്ല, അത് ഇങ്ങനെ കയറി കുറെ പൈസ ഒരു വീട് വിറ്റു, അപ്പോൾ അതുകൊണ്ട് ആ വീട് വിറ്റിട്ട് കുറേ പൈസ അടച്ചു, ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അത് ബാങ്ക് അങ്ങനെ ഒരു മോശം നടപടിയല്ലേ ബാങ്ക് ചെയ്ത്? അയ്യോ, അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, ഞാനിവിടുത്തെ ആവശ്യത്തിന് വേണ്ടി എടുത്തല്ല, അവർ നമ്മളെ സഹായിക്കുകയല്ലേ ചെയ്തത്. അവർ സഹായിച്ചിട്ട് ബാങ്കിന് അത് പൈസ ഇനിയും കൊടുക്കാനുണ്ട്, അവർക്ക് അതിന് പലിശ കൂടുന്നു എന്നല്ലേ ഉള്ളൂ. ഒരു വാക്ക് പോലും ആ ബാങ്കിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ബാങ്ക് ചെയ്ത് ഒട്ടും ശരി അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ? ബാങ്കിനെതിരെ വേണമെങ്കിൽ ജനരോഷം ഉണ്ടാവും, പറഞ്ഞുകൂടെ? അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വാക്കിൽ ആ ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്നത്. എവിടെയായാലും സഹായിച്ചവരാരായാലും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പുലർത്തുക എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്, ഒരു ക്യാരക്ടറാണ്. അതാണ് ജീക്കെ തുടക്കത്തിൽ ചോദിച്ച ഇതൊരു സ്വഭാവമാണോ അതല്ലെങ്കിൽ പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യം? തീർച്ചയായിട്ടും പഠിച്ചെടുക്കാവുന്നതാണ്, പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ സമ്പന്നനാവാൻ നമ്മൾ ശാസ്ത്രീയമായ ചിന്തയും പ്രവർത്തനം ഉണ്ടാവണം എന്ന് പറയുന്ന പോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് അങ്ങനെ പറ്റും എന്നാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലേ സമ്പന്നരാകത്തുള്ളൂ അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലേ സമ്പന്നരാകത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്ന മനുഷ്യർ പ്രപഞ്ച ശക്തികളുമായിട്ടും ഈശ്വരനുമായിട്ടും വളരെ അടുത്താണ് പ്രവർത്തിക്കുന്നത്. അവർ ആ ഒരു ഫ്രീക്വൻസിക്കകത്താണ് അവരുണ്ടാവുക. കാരണം ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അകത്ത് നടക്കുന്ന, ഞാൻ പിന്നാലെ പറഞ്ഞു വരാം എന്താണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അകത്ത് നടക്കുന്ന ഈ സാങ്കേതിക കാര്യങ്ങൾ, ശാസ്ത്രീയമായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദ ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞതയുടെ നിയമം അവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആളുകളോട് പറയും നന്ദി വേണോടാ, നന്ദി വേണം, നീക്ക് എങ്ങനെ നിനക്ക് എത്രത്തോളം കാര്യങ്ങൾ അച്ഛൻ അമ്മയോട് പറയുന്നു, അല്ല മകനോട് പറയുന്നു, അല്ല മറ്റാൾക്കാർ സുഹൃത്തിനോട് പറയുന്നു, ഒക്കെ ഉണ്ട്. പക്ഷെ എന്താണ് ഇതിൻ്റെ സയൻസ്? ഈ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ദേവലോകത്തൊന്നും ചില സാധനങ്ങളൊക്കെ മോട്ടിച്ചിട്ട് സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ മനസ്സിലാകാത്ത ഭാഷയിൽ വേറെ രീതിയിലൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അത് അവരുടെ സ്വന്തമാക്കി ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുക ചില ചേട്ടന്മാരൊക്കെ. ഇതൊന്നും മര്യാദയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണ്ടേ? ഗ്രാറ്റിറ്റ്യൂഡിന്റെ നിയമം, നന്ദിയോടെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ജീവിതം മാറിയുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? നന്ദി പറയാൻ തുടങ്ങുമ്പോൾ, നന്ദിയോടെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ ഉടനെ ഷിഫ്റ്റ് ചെയ്യപ്പെടും. എങ്ങനെയാണ്? ഗ്രാറ്റിറ്റ്യൂഡ് ഒരിക്കലും ഒരു ഇമോഷണൽ ട്രിക്കല്ല. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ന്യൂറോളജിക്കൽ പ്രോസസ്സാണ്, പരിപൂർണമായിട്ടൊരു ന്യൂറോളജിക്കൽ പ്രോസസ്സാണ്, നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇമോഷണൽ ട്രിക്ക് ഇല്ല അതിനകത്ത്. നമ്മൾ അങ്ങനെയല്ല വിചാരിക്കരുത്. അതിനൊരു കൃത്യമായ പ്രവർത്തനമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബ്രെയിൻ കെമിസ്ട്രി മാറ്റിമറിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്തെല്ലാം മാറ്റങ്ങളാണ് ബ്രെയിനിൽ ഉണ്ടാക്കുക ഗ്രാറ്റിറ്റ്യൂഡിന്റെ സമയത്ത്? പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്തല്ലേ ഞാൻ പറഞ്ഞു വരുന്നതാ. അപ്പം നിങ്ങളിത് കേൾക്കുമ്പോൾ ഇതിന് സയൻസ് മനസ്സിലാക്കുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് SK തന്നെ തനിയെ പറയും. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ബ്രെയിൻ റീവയറിംഗ് എന്ന പ്രോസസ് ഉണ്ട്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി, അങ്ങനെയാണ് അതിന് പൊതുവായിട്ട് പറയുക. എന്തൊക്കെയാണ്? നിങ്ങൾ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ബ്രെയിൻ ഒരു ന്യൂറൽ പാത്വേ തലച്ചോറിനുള്ളിൽ സൃഷ്ടിക്കും. ഒരു ന്യൂറൽ പാത്വേ എന്ന് നാഡീപഥം എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയുടെ ഒരു വഴിത്താര എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ അരുവിയോട് ഉപമിച്ചോളൂ ആ നാഡീപഥത്തെ. ഒരു കുഞ്ഞരുവി, ഒരു പൊട്ട് പോലെ അത് പ്രത്യക്ഷപ്പെടുന്നു. അത് പതുക്കെ ഇങ്ങനെ വലുതായിട്ട് അതൊരു തോടായി, ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത്തരം പ്രവൃത്തികളെ കുറിച്ച്, ഒരു തോടായി, അതൊരു ചെറിയ പുഴയായി, വലിയൊരു നദിയായി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കടല് പോലെ അത്ര ഹെവി ആയിട്ടുള്ള ഒരു നാഡീപഥം നമ്മുടെ തലച്ചോറിനുള്ളിൽ രൂപപ്പെടുന്നു എന്നാണ്. ഇത് പോസിറ്റിവിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഇത് വരുമ്പോൾ നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവും. അതാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും നെഗറ്റീവ് തിങ്കിങ് ഉടനെ താഴേക്ക് പോകാൻ തുടങ്ങും. ഇതിനെ ഹൈലൈറ്റ് ആയിട്ട് കയറുമ്പോൾ ഇതിനെ അങ്ങോട്ട് മുകളിലോട്ട് ടേക്ക് ഓവർ ചെയ്യും. ഇതിനെ മുകളിൽ കയറിയിട്ട് അത് നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ ഒപ്റ്റിമിസം അത് ഇൻക്രീസ് ചെയ്യും. നമുക്ക് ശുഭപ്രതീക്ഷ, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ അറിയാമല്ലോ, ആ ഒപ്റ്റിമിസം മെല്ലെ കയറാൻ തുടങ്ങും. ഇതിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയതൊന്ന് തിരിച്ചു പറഞ്ഞു. അതായത്
എന്നെ റോബിൻ ചേട്ടൻ സഹായിച്ചു, അതെ, അല്ലെങ്കിൽ റോബിൻ ചേട്ടൻ എനിക്ക് ഉപകാരമായ കുറേ കാര്യങ്ങൾ ചെയ്തു. അതെ. ഞാനത് സ്മരിച്ചു തുടങ്ങുകയും അതിൻ്റെ വില തിരിച്ചറിയുകയും ചെയ്യുന്നിടം മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ തലം വേറെയാണല്ലേ. ഒരു ന്യൂറൽ പാത്വേ ഉണ്ടാകാൻ തുടങ്ങുന്നു നിങ്ങളുടെ ഉള്ളിൽ. ന്യൂറൽ പാത്വേ നിങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അറിയാതെ പോസിറ്റിവിറ്റി തിങ്കിങ്ങിലേക്ക് നിങ്ങൾ പോകുന്നു. അത് ചിന്തിച്ചാൽ മതിയോ, അതേ നമ്മൾ പറയണോ? ചിന്തിച്ചാൽ മതി, മനസ്സിൽ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്കൊരാളോട് സ്മരണയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരാളോട് നന്ദി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലാണ് വരേണ്ടത്. അല്ലാതെ അയാളുടെ മുമ്പിൽ പോയി കുനിഞ്ഞു കുനിഞ്ഞിക്കണമെന്നില്ല, പറയണമെന്നില്ല. പറയാൻ ചിലപ്പോൾ നാണക്കേടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക്. എല്ലാവർക്കും അതങ്ങനെ പറയണമെന്നില്ല. അപ്പൊ അത് അങ്ങനെ വേണമെന്നില്ല. ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ അടുത്ത നടപടി? എന്താ? നിങ്ങളെ കോർട്ടിസോളിന്റെ പിന്നെ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിന്റെ പ്രവർത്തനം അത് താഴേക്ക് ഉടനെ തന്നെ ഡിക്രീസ് ചെയ്യപ്പെടും, വലിച്ച് താഴെയിടും. കോർട്ടിസോൾ മോശം ഹോർമോണാണ്. ആങ്സൈറ്റി, അതിന് കോർട്ടിസോൾ താഴെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? ആങ്സൈറ്റി കുറയുമ്പോൾ എന്താ? ടെൻഷൻ കുറയും. പിന്നെ എന്താണ്? ബോഡി റിലാക്സ്ഡ് ആവും. എനിക്ക് തോന്നുന്നത് റോബിൻ ചേട്ടാ, പലരും നന്ദി കാണിച്ചാൽ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണോ ചെയ്യണോ എന്നുള്ള പേടി കാരണമായിരിക്കും. നന്ദി മനസ്സിലുണ്ടായാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആൾക്കാർക്ക് നന്ദി കൂടിയേക്കാം. അവിടെയാണ്, അതാണ് ജിക്കെ പറഞ്ഞ് കറക്റ്റാ. നന്ദി, അയ്യോ അവൻ്റെ മുന്നിൽ നിന്ന് ഞാൻ പോയിട്ടൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല, അവൻ എൻ്റെ കൂടെ മറ്റൊന്നും അല്ലാതെ നിന്നോ, അവനോട് ഞാൻ നന്ദി പറയാനോ? എന്നെ കൊണ്ട് പറ്റില്ല, ഞാനത് ചെയ്യയില്ല. നന്ദി ഉണ്ടാവുന്നത് ഉള്ളിലാണ്. പോയിട്ട് അവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്ന പ്രകടനത്തിന് വേണ്ടിയുള്ള നന്ദി അല്ല. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, സിനിമയിൽ കാണുന്ന പോലെ ആ നന്ദി പറച്ചിലല്ല, ഉള്ളിൽ നന്ദി വേണം. അപ്പോൾ ബോഡി റിലാക്സ്ഡ് ആകുമ്പോൾ ബെറ്റർ സ്ലീപ്പ് ലഭിക്കും, നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. ഗ്രാറ്റിറ്റ്യൂഡിനെ പറയുന്നത് ഈക്വൽ ടു സ്ട്രെസ് കില്ലർന്ന. സ്ട്രെസ്സിന്റെ കൊലയാളിയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. തകർത്ത് കളയും, നിശേഷം ഇല്ലാതാക്കി കളയും. അത്ര പവർഫുള്ളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷനേക്കാളും വലിയ പവർഫുള്ളാണ്. അഫർമേഷന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫർമേഷൻ ഇമാജിനേഷനാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്, നിലവിലുള്ളതാണ്. ഉള്ളതിനോടാണ് നമുക്ക് നന്ദി ഉണ്ടാവേണ്ടത്. അത് യാഥാർത്ഥ്യമാണെന്നുള്ളതാണ്. ഇതിനെന്തെങ്കിലും കഥകളിലൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? കുറച്ചും കൂടി ഒന്ന്. ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രത്യേകിച്ച് എടുത്ത് ചോദിച്ചെന്താ വെച്ചാൽ, ഞാൻ കഥകളിലൂടെയാണല്ലോ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു സംഭവം. ഒരു ടീച്ചർ, ഒരു ഹൈസ്കൂൾ അധ്യാപിക അവരുടെ കുട്ടികളോട് പറഞ്ഞു, നമ്മൾ ഇന്ന് ഈ ആഴ്ച ഗ്രാറ്റിറ്റ്യൂഡ് വീക്ക് ആചരിക്കുകയാണ്. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഉടനെ തന്നെ ഇന്ന് ഇവിടുന്ന് പുറപ്പെട്ടാൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആളുകളോട് നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണം. എന്നിട്ട് ഞങ്ങൾ അധ്യാപിക പറഞ്ഞിട്ടുണ്ട് ഇത് ഗ്രാറ്റിറ്റ്യൂഡ് വീക്കാണെന്നും, ഈ ഗ്രാറ്റിറ്റ്യൂഡ് 3 പേരോട് നിങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണം. ഇവരോട് മാത്രമല്ല, ഇനി ഒരാളോട് അറിയിക്കണം, ഒരാളോടും കൂടെ അറിയിക്കണം. ഇതൊരു തുടർച്ചയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു തുടർച്ചയാണ്. ഒരു ദിവസം 3 പേരോട്. അത് ഒരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ. അത് പറയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇത് കേട്ട ഒരു കുട്ടി, അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇതൊരു തുടർ പ്രക്രിയയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് പോയി ഇതിങ്ങനെ പകർന്ന് പോകുന്ന ഒരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞാണ് ടീച്ചറിൻ്റെ അന്നത്തെ പ്രഭാഷണം അവസാനിപ്പിച്ചു കുട്ടികളോട്. ഇത് കേട്ട് ആവേശഭരിതനായ ഒരു കുട്ടി, അവൻ പാർട്ട് ടൈം ജോലിയാണ്, അവൻ 10ാം ക്ലാസ് പഠിക്കുക, +2 അവൻ്റെ പഠിക്കും. അവന് പാർട്ട് ടൈം ജോലി കൊടുക്കുന്ന വൈകുന്നേരങ്ങളിൽ ഓടാനൊക്കെ, ഈ ഒലയൊക്കെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഓടാൻ പോകുന്നവരെ ഏതോ ഒരു സാധനമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ ഓഫീസ് അടയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഓഫീസ് അസിസ്റ്റന്റ് മാനേജറുടെ അടുത്ത് പോയിട്ട് പറയും, സാർ ഇന്ന് ഞങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്. ഓ, ഗ്രാറ്റിറ്റ്യൂഡ് ഡേ, അങ്ങനെ ഒരു ഡേ ഉണ്ടോ? അത് ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, അപ്പം ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരാളോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് എനിക്ക് ഈ ജോലി തരുന്നതിന് എൻ്റെ കുടുംബത്തിൽ എത്രത്തോളം ആശ്വാസമുണ്ട് എന്നറിയാമോ? എനിക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും വലിയ നന്ദിയുണ്ട്. ഞാനത് അങ്ങയോട് അറിയിക്കുകയാണ്, നേരിട്ട് തന്നെ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇയാൾക്ക് എവിടെയോ ഉള്ളിലൊന്ന് തട്ടി, അയാളെ കണ്ണുകൾ ഒന്ന് സജലമായി, നനഞ്ഞു എന്ന് തോന്നി. അയാൾ പറഞ്ഞു, മോനെ, കണ്ണടയൊക്കെ ഊരിയിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും, നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നീ എന്നോട് പറഞ്ഞാൽ മതി. അയാൾക്കൊരു ഇഷ്ടം കൂടി ആ പയ്യനോട്. ടീച്ചറൊക്കെ അങ്ങ് മറഞ്ഞുപോയി ഈ ഒരു വർത്തമാനത്തിൽ. അപ്പം സാർ, ഒരു കാര്യം കൂടി ഉണ്ട്, അങ്ങേക്ക് ആരോടെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ഇതുപോലെ പറയാനുണ്ടെങ്കിൽ പറയാവുന്നതാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ ഇയാൾ പോയപ്പോൾ ഇയാളുടെ ഉള്ളിൽ ഇതിങ്ങനെ തട്ടി. ഇയാളെ ചിന്തിച്ചു, കുറേ കാലമായി ബോസ് ഭയങ്കര ചൂടനാണ്, പക്ഷേ അയാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അയാൾ ഭയങ്കര വൃത്തികെട്ടവനാണെന്നൊക്കെ ഞങ്ങൾ സ്വകാര്യമായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊരു മികച്ച അവസരമാണ്. കാരണം അയാളുടെ ഉള്ളിൽ ഈ ഒരു സാധനം, ആ പയ്യൻ കൊടുത്ത ഗ്രാറ്റിറ്റ്യൂഡ് എവിടെ ഇങ്ങനെ അങ്ങ് തെളിഞ്ഞിട്ട് ഡോപ്പമൈനൊക്കെ അങ്ങ് ഉണ്ടാക്കുകയാണ്. അയാൾക്ക് ഇരിക്കപ്രതിയില്ല.
അയാൾ അവിടുന്ന് നേരെ എണീറ്റു. ഞാൻ അതിലേക്കാട്ടോ വരുന്നത്. അത് വന്ന് ഞാൻ അത് കൂടെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ കഥ പൂർത്തിയാവുക. അപ്പം ഇവിടെ നടക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഈ സെറിട്ടോണിൻ, ഡോപ്പാമൈൻ, സന്തോഷം വർദ്ധിപ്പിക്കുന്ന, ഉത്സാഹം ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് പൊടുന്നനെ ഉണ്ടാവും. ഇതങ്ങ് സ്വിച്ച് ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇയാൾക്ക് അവിടെ ഇരിക്കപ്പെടുന്നത്. ഇയാൾ നേരെ അപ്പൊ ഒരു മെസ്സേജ് ഇങ്ങനെ ഉണ്ട്, കിട്ടുന്നവർക്കും കൊടുക്കുന്നവർക്കും പറയുന്നവർക്കും എല്ലാവർക്കും മൂഡ് ഇമ്പ്രൂവ് ആവും. സെറിട്ടോണിൻ പോലുള്ള, അതായത് കൂടുതൽ പറയുന്ന ആൾക്കുണ്ടാവുന്നത്, കൂടുതൽ പറയുന്ന ആൾക്കാ സെറിട്ടോണിൻ പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ ഉണ്ടാവുന്നത്, ഡിപ്രഷൻ കുറയുന്നു, പിന്നെ കാംലെസ് ആവുന്നു, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അയാൾക്ക് ഇരിക്കപ്പെടുന്നില്ല. ഈ ഇത് കയറുമ്പോൾ പറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ പോലും ആ ഇതൊരു റിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എണീറ്റ് അയാൾ മേലെ എണീറ്റിട്ട് അകത്ത് കയറുമ്പോൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക ബോസ്. മേ കമിൻ സാർ എന്ന് വെച്ചപ്പോൾ വാ, റഫാണ് ആള്. എന്താണ് ഫോൺ ചെയ്തുകൊണ്ട് തന്നെ എന്തോ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുക. ഒന്നുമില്ല സാർ, കുറേ നേരം കാത്തു നിന്നു, പറഞ്ഞിട്ടേ പോകുള്ളൂ തീരുമാനിച്ചു, പോയാലോന്ന് ആലോചിച്ചേ. പറഞ്ഞു, എന്താ കാര്യം? സാർ ഇങ്ങനെ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്. എന്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഡേയോ? ഓഹോ, പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കണമെന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. അയാൾക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. പറഞ്ഞു, സാർ ഒരു പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു, സാറിന് അറിയില്ല മറ്റവൻ. ആ പയ്യൻ അവനെന്താ പറ്റിയത്? അല്ല, അവൻ്റെ ടീച്ചർ പറഞ്ഞൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്, അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് അറിയിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി സാർ. അവൻ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളോടത് പറഞ്ഞല്ലോ. അവൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഒരാളോടും കൂടെ നിങ്ങൾക്ക് ആരോടെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വന്നതാണ്. തൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വന്നതോ? എന്ത് ഗ്രാറ്റിറ്റ്യൂഡ്? പേനൊക്കെ എടുത്ത ആൾ വെച്ചിട്ട് പറഞ്ഞു. അപ്പോഴാണ് അയാൾ ശ്രദ്ധിക്കുന്നത്. അതുവരെ ആൾ എന്തോ പറയുന്ന പോലെ എന്തോ പറയുന്ന പോലെ. കാരണം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, ഡാവിഞ്ചി പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പറയാതെ പറയുന്നു, കേൾക്കാതെ കേൾക്കുന്നു, കാണാതെ കാണുന്നു, ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു എന്നാണ്. കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഡാവിഞ്ചിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ കേൾക്കാതെ കേൾക്കുകയായിരുന്നു അതുവരെയും. പറഞ്ഞു. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന പദത്തിന്റെ പോലും ശക്തി മനസ്സിലായോ? അപ്പോൾ പറഞ്ഞു, സാർ ഒരുപാട് ദേഷ്യപ്പെടാറുണ്ട്, ഒരുപാട് പിന്നെ ഇഷ്ടക്കേടൊക്കെ പലപ്പോഴും കാണിക്കാറുണ്ട്, ഞങ്ങളും പലപ്പോഴും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും കാണിക്കാറുണ്ട്. സത്യത്തിൽ അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല, സാറും അങ്ങനെയല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളോടൊക്കെ ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ട്, സാറ് ഞങ്ങളെ സഹായിക്കുന്നതുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ ഫാമിലിയൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ദിവസം പറഞ്ഞില്ലെങ്കിൽ എപ്പോഴാണ് സാർ പറയുക? അതുകൊണ്ട് സാറിനോടുള്ള എല്ലാ ഗ്രാറ്റിറ്റ്യൂഡും, എൻ്റെ അകമഴിഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഇപ്പോൾ അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നന്ദിയൊക്കെ ഉണ്ട്, നന്ദിയൊക്കെ ഉണ്ട്, അതൊക്കെ പ്രകടിപ്പിക്കാൻ അറിയാമല്ലേ? അതൊക്കെ എവിടെയോ സന്തോഷമായി. അതൊക്കെ റിജക്റ്റ് ചെയ്ത ആളാണ് ആദ്യം. അപ്പോൾ ശരി സാർ ഒരു കാര്യം കൂടി ഉണ്ട്. അതെന്താണ്? ആരോടെങ്കിലും സാറിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുണ്ടെങ്കിൽ അതും അറിയിക്കാവുന്നതാണ്. അതാണ് എൻ്റെ ഒരു പ്രോസസ്. നോക്കാം. ശരി. അപ്പോൾ ഇയാള് പിന്നെ മറ്റേ കാര്യം എന്നൊക്കെ പറഞ്ഞ് അതുവരെയും വളരെ ചൂടനായിട്ട് സംസാരിച്ചിരുന്ന അദ്ദേഹം കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി ഇത് എവിടെയോ കൊണ്ടിട്ടുണ്ട്, ടച്ച് ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് നൈറ്റിൽ കാർ ഓടിക്കുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പം കുറച്ച് സ്പീഡിൽ നേരത്തെ ഇറങ്ങി ബോസ്. പോകുമ്പം ചിന്തിച്ചു, മോനോട് ഭാര്യയോട് സ്ഥിരമായി ചൂടാവുന്നുണ്ട്. വാങ്ങിച്ച മാർക്കിനെ ചൊല്ലി, പഠനത്തിൽ മികവ് കാണിക്കാത്തതിനെ ചൊല്ലി, അമ്മയുമായി ഇയാളുടെ ഭാര്യയുമായിട്ടുള്ള തർക്കങ്ങളെ തുടർന്നുണ്ടാവുന്ന പല ദേഷ്യവും, ഭാര്യയോടുള്ള ദേഷ്യമൊക്കെ മോനോടാണ് കാണിക്കാറ്. അപ്പം അവനോട് സത്യത്തിൽ അവനെ പലപ്പോഴും അടിച്ചിട്ടുണ്ട്. അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ അവൻ എന്നോട് എത്രമാത്രം സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഞാൻ അവനോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടതല്ലേ? ഒരച്ഛനോട് കാണിക്കുന്ന എല്ലാ ബഹുമാനവും അവൻ കാണിക്കുന്നില്ലേ? എൻ്റെ മകനോട് അവൻ എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്? അവനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് അറിയിച്ചേ പറ്റൂ. എൻ്റെ ഭാര്യയോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചേ പറ്റൂ. ഈ ചിന്തയുമായിട്ട് എത്രയും വേഗം അയാൾ വീട്ടിലെത്തി. ഇവിടുത്തെ വൈഫ് ആരോട് ഫോണൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവരുടെ വൈഫിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, കാരണം സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചീത്ത കേൾക്കാൻ സാധ്യതയുണ്ടെന്നുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പുതിയ തട്ടിപ്പായിട്ട് ഇറങ്ങിയിരിക്കുകയെന്ന് ചോദിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് വാതിൽ തട്ടുമ്പോൾ മകൻ അടച്ച മുറിയിൽ ഇങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അവനിങ്ങനെ എണീറ്റു. ചെറിയ പേടിയുണ്ട്, അച്ഛൻ ഇനി എന്തെങ്കിലും അടിക്കാൻ വന്നതാണോ പപ്പ വന്നിരിക്കുന്നത്. അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അല്ല ഒന്നുമില്ല പപ്പ, ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മോനെ, ഞാൻ ഒരുപാട് നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരി കാരണം. നീ എന്നെ സ്നേഹിച്ചതിന്, നീ എന്നെ ദോഷിക്കാതിരുന്നതിന്, നിനക്ക് എന്നോട് വേറൊന്നും തോന്നാതിരുന്നതിന്, പറയാതിരുന്നതിന്, എല്ലാറ്റിനോടും നീ തന്ന സ്നേഹത്തിനൊക്കെ നിന്നോടുള്ള എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്, എൻ്റെ കൃതജ്ഞത ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ ഫാദർ എന്നോട് ചെയ്ത, എനിക്ക് വിദ്യാഭ്യാസം തന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിപ്പോൾ അദ്ദേഹത്തെ സ്മരിക്കുകയാണ്. നിന്നോടുള്ള ഗ്രാറ്റിറ്റ്യൂഡും ഞാൻ അറിയിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു,
ഡാഡി, ഞങ്ങളുടെ സ്കൂളിൽ ഒരു സംഭവം നടന്നു. ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞു, ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ആരോടെങ്കിലും അറിയിക്കണം, നിങ്ങളെ സഹായിച്ചവരോട്, നിങ്ങളെ സ്നേഹിച്ചവരോട്. ഡാഡി വന്നിട്ട് ഡാഡിയോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഡാഡി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്, ഞാൻ മാനസികമായി മമ്മിയുമായിട്ടുള്ള ഡാഡിയുടെ ബന്ധം അതൊക്കെ കാരണം ഞാൻ മാനസികമായി തകർന്നിരിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്യാൻ, ബ്ലേഡ് കൊണ്ട് കൈമുറിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു. പക്ഷെ ഞാൻ ഇനി ഒരിക്കലും മരിക്കില്ല എന്ന് പറഞ്ഞ അച്ഛനും മകനും പരസ്പരം കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? ആ ഗ്രാറ്റിറ്റ്യൂഡ്, പേരുടെയും ഗ്രാറ്റിറ്റ്യൂഡ് പോയി തൊട്ടത് നോക്കൂ എവിടെയാന്ന്. രണ്ട് പേരെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരാളെ മരണത്തിൽ നിന്ന് ഒരുപക്ഷെ മരിക്കുമായിരിക്കാം, അല്ലേ? അപ്പം ടി പത്മനാഭൻ്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞ കഥയുണ്ട്. ആ കഥയിൽ തിയേറ്ററിൽ ഇരുന്നിട്ട് ഒച്ചയുണ്ടാക്കി തൻ്റെ ഒരു സിസ്റ്ററും ഒരു ആങ്ങളെയും പെങ്ങളും കൂടെ, തമിഴ് പശ്ചാത്തലമുള്ള ആങ്ങളെയും പെങ്ങളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമയിൽ നായകൻ വരുമ്പോൾ ഇടിയടാവനെ എന്നൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതേ തിയേറ്ററിൽ അസ്വസ്ഥനായിട്ട് ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ അന്ന് രാത്രി മരിക്കാൻ തീരുമാനിച്ച ഒരാളാണ്. ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് വിഷം വാങ്ങിച്ചു വെച്ച്, മദ്യമൊക്കെ വാങ്ങിച്ചു വെച്ച് എല്ലാം റെഡിയായിട്ട് ഹോട്ടലിലെ റൂമിൽ നിന്നും ഫസ്റ്റ് ഷോയ്ക്ക് പോയതാ. ഫസ്റ്റ് ഷോയ്ക്ക് കഴിഞ്ഞിട്ട് രാത്രി അവിടെ ചെന്നിട്ട് തിരിച്ച് അത് കഴിക്കാമെന്നാണ് തീരുമാനിച്ചത്. ഈ ബഹളവും ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആദ്യം ഒരു വലിയ അസ്വസ്ഥത ഉണ്ടാക്കി. സിനിമ കാണാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്ന്. ഇയാളെ മൈൻഡ് ശരിക്കും ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇയാൾ ആത്മഹത്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന ആൾ ഈ കുട്ടിയെക്കുറിച്ചും ഈ ആങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങി. ആ കുട്ടി ഇവർ തമ്മിൽ എന്ത് നല്ല ബന്ധം, എന്തായിരിക്കും ഇവരാരായിരിക്കും എന്നൊക്കെ. ഇൻ്റർവെൽ വന്നപ്പോൾ പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ട് അങ്കിളിന് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെയൊന്നും നോക്കിയുള്ളൂ. അടുത്ത് വന്നിട്ട് അങ്കിളിന് വേണോ എന്ന് ചോദിച്ചിട്ട് പ്രകാശം പരത്തുന്ന പെൺകുട്ടി അവൾ ചോദിക്കുകയാണ്, അവളുടെ ആങ്ങളെ കൂടെ. അപ്പോൾ പറയും, പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ്, എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അവരെ അമ്മയെക്കുറിച്ച് അവൾ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അമ്മയോട് പറയണം, ഞാൻ അന്വേഷിച്ചു, ഞങ്ങൾ എന്തായാലും അമ്മയോട് പറയും, അങ്കിളിനെ കണ്ട കാര്യം പറയും എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയും ആ സിനിമ അവസാനിച്ച് അവർ പിരിയുകയും ചെയ്തു. പക്ഷെ അയാൾ മരിച്ചില്ല. അയാളുടെ മരണം നീട്ടിവെച്ചു എന്നാ കഥ. പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനൊക്കെ ഒരു സയൻസ് ഉണ്ട്. ഈ സയൻസ് വർക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോസിറ്റീവ് തിങ്കിങ്ങും ഗ്രാറ്റിറ്റ്യൂഡും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പോയാൽ രണ്ടാണ് കേട്ടോ. പോസിറ്റീവ് തിങ്കിങ്ങും ഗ്രാറ്റിറ്റ്യൂഡും രണ്ടാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സിസ്റ്റ് ചെയ്യുന്നു. പോസിറ്റീവ് തിങ്കിങ് ഇല്ലാത്തതാണ്, അത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. പക്ഷെ അത് ഉണ്ടാക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള വ്യത്യാസങ്ങൾ, അതുണ്ടാക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ, സെറിറ്റോണിൻ പോലുള്ള നമ്മളെ മൂഡ് ഇമ്പ്രൂവ് ചെയ്ത് ഡിപ്രഷനെ കുറച്ച് കാംനെസ് ആക്കിയിട്ട് ഇമോഷണൽ ബാലൻസ്, അതാണ് ഇമോഷണലി ബാലൻസ് ചെയ്യും. ഇമോഷണൽ ഇൻ്റലിജൻസ്, നമ്മളെ ഈ ഐയുടെ കുറവാണ് നമ്മളെല്ലാം. ഒരിക്കലും വിചാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചൂടാവുക, പൊട്ടിത്തെറിക്കുക, ബാലൻസ് ഇല്ല. ഇതിനൊക്കെ അങ്ങ് നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച്, ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് ഇതിനൊക്കെ അത്ര പവറുണ്ടെന്ന് പറയുമ്പോൾ എന്തോ ഒരു കൃതജ്ഞതയാണല്ലേ. ലോകത്തുള്ളതിനോട് മുഴുവൻ നന്ദി. കുരിശിൽ കിടക്കുമ്പോൾ ക്രൈസ്റ്റ് പറഞ്ഞ പോലെയാണ്, മനസ്സിലായില്ലേ? നന്ദിയോടെ ഓർക്കുന്നു എന്നാണ് ഞാൻ, അല്ലേ? നന്ദിയോടെ ഓർക്കുന്നു എന്നാണ്. അപ്പം നമുക്കങ്ങനെ പറയാൻ പറ്റുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് തിങ്കിങ് മനസ്സിനെ പ്രേരിപ്പിക്കും, ഗ്രാറ്റിറ്റ്യൂഡ് മസ്തിഷ്കത്തെ മാറ്റും എന്നാണ്. പോസിറ്റീവ് തിങ്കിങ് മനസ്സിനെ പ്രേരിപ്പിക്കുകയാണ്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. മറ്റത് നമ്മുടെ തലച്ചോറിനെ മാറ്റി തീർക്കും എന്നാണ്. എല്ലാ ദിവസവും നിങ്ങൾ നന്ദി പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ പുതിയൊരു ജീവിതം സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും നന്ദി പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ പുതിയൊരു ജീവിതം സൃഷ്ടിക്കും. അതാണ് അത്ര വലിയ അബണ്ടൻറ്റ് ഫ്രീക്വൻസിയിൽ അത് കിടക്കുന്നത്.